ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. സുഗ്രീവ സഖ്യം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലമ്മാറങ്ങെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവ സന്നിധൗ കൊണ്ടു ചെന്നിടിനാൻ. വ്യഗ്രം കളഗനീ ഭാസ്കരനന്ദന ഭാഗ്യമഹോ ഭാഗ്യമൂർത്തോളമെത്രയും. ഭാസ്കരവംശ സമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമദാനാർത്ഥമിവിടേക്കെഴുന്നള്ളി. സുഗ്രീവനോടി വണ്ണം പറഞ്ഞദ്രീശ്വരാഗ്രേ മഹാതരുച്ഛായാതലേ തദാ. വിശ്വൈകനായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസാ നിന്നരുളിയിടിനാർ. വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നിധിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ. ഭീതി കളകനീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരീ ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയതാരയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക. പ്രീതനായോരു സുഗ്രീവനുമന്നേരമാദരപൂർവമുത്ഥായ സസംഭ്രമം. വിഷ്ടപനാഥനിരുന്നരുളിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടാനതു നേരമിഷ്ടനാം മാരുതി. ലക്ഷ്മണനുമൊടിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാലൊടിച്ചിട്ടരുളിടിനാൻ. തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നിടിനാർ. നഷ്ടമായി വന്നിതു സന്താപസംഘവും. മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം. ധീരനാമാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിടിനാൻ. നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശനത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാധികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവവീരാ തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായ അചലാന്തെ വസിക്കുന്ന കാലമൊരു ദിനം.
പുഷ്കരനേത്രയായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാലൊരു രക്ഷോവരനതു നേരമസുന്ദരിയെ രക്ഷിപ്പതിനാരുമില്ലാഞ്ഞു ദീനയായി. രാമരാമേതി മുറയിടുമ്പോൾ തവ ഭാമിനി തന്നെ അവളെന്ന ദേവരു. ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ. ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനതു കാണണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തന്നാഭരണങ്ങളോ മാനവവീരാ ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുൻപിൽ വച്ചിടിനാൻ. അർണോജനേത്രനെടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തൻവങ്കിയാകിയ വൈദേഹിയോടയ്യോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിനദളായതലോചനേ രോദനം ചെയ്തു വിഭൂഷണ സഞ്ചയമാധിപൂർവം തിരുമാറിലമൂർത്തിയും. പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയായതുമേ രാവണൻ തന്നെയും മർക്കടശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീദ പ്രഭോ ഹരേ. സുഗ്രീവനും പറഞ്ഞാലതു കേട്ടുടൻ വ്യഗ്രിയായതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപദേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവുമൊട്ടു ചുരുക്കി മരുവിനാൻ. മർക്കടശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവ രാഘവന്മാരഗ്നി സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞു തുംഗമായ ശൈലാഗ്രേ മരുവിനാർ. ബാലിയും താനും പിണക്കമുണ്ടായതിൻമൂലമെല്ലാം ഉണർത്തിച്ചരുളിയിടിനാൻ. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലമ്മാറങ്ങെടുത്തു നടന്നിതു മാരുതി. ശ്രീരാമലക്ഷ്മണന്മാരെ തൻ്റെ തോളിലേറ്റിക്കൊണ്ട് വന്ന മാരുതി സുഗ്രീവ സന്നിധൗ കൊണ്ടുചെന്നിടിനാൻ. എന്നിട്ട് സുഗ്രീവനോട് പറയുകയാണ്, വ്യഗ്രം കളക നീ ഭാസ്കരനന്ദന, സൂര്യപുത്ര ഇനി നീ വിഷമിക്കുകയേ വേണ്ട. ഭാഗ്യമഹോ ഭാഗ്യം, ഇതിൽ പരം ഒരു ഭാഗ്യം നമുക്കിനി കിട്ടാനില്ല, ഓർത്തോളം എത്രയും. കാരണം ഇവിടെ സുഗ്രീവൻ ഭാസ്കരനന്ദനാണെങ്കിൽ
ഭാസ്കര വംശത്തിൽ സമുദ്ഭവന്മാരായ സൂര്യകുലത്തിൽ ജനിച്ച രാമനും ലക്ഷ്മണനാകും അനുജനും കാമദാനാർത്ഥം നമ്മുടെ ആഗ്രഹം സാധിപ്പിക്കാനാണോ ഇവിടെ വന്നത് എന്ന് പോലും തോന്നിപ്പോകുന്നു. അങ്ങനെ ഇവിടേക്കെഴുന്നള്ളി സുഗ്രീവനോടീ വണ്ണം പറഞ്ഞദ്രീശ്വരാഗ്രേ, ആ പർവ്വതത്തിൻ്റെ മുകളിൽ മഹാതരുഛായാതലേ, വലിയ ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ തഥാ വിശ്വൈക നായകന്മാരാം കുമാരന്മാർ വിശ്രാന്തചേതസ നിന്നരുളീടിനാർ. കുറേ നേരമായി തളർന്ന് അവശരായ അവർ അങ്ങനെ കുറച്ചു നേരം ആ വലിയ മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ചു നേരം വിശ്രമിച്ചു. വാതാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ടു. ഹനുമാൻ അത്രയും സന്തോഷത്തിലായി. നീതിയോടർക്കാത്മജനോട് ചൊല്ലിനാൻ. സുഗ്രീവനോട് പറയുകയാണ്, ഭീതി കളകനീ മിത്രഗോത്രേ വന്നു. മിത്രൻ സൂര്യൻ, സൂര്യവംശത്തിൽ വന്ന് ജാതന്മാരായൊരു യോഗേശ്വരന്മാരീ ശ്രീരാമലക്ഷ്മണന്മാർ എഴുന്നള്ളിയത്. അവർ വന്നു എന്നത് തന്നെ നമ്മുടെ നല്ല കാലം തെളിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. ഇനി ആരെയും പേടിക്ക വേണ്ട ഭവാൻ, ഇനി വേഗേന ചെന്ന് വന്ദിച്ച് സഖ്യം ചെയ്ത് ഭാഗവതപ്രിയനായി വസിച്ചിടുക. ഭഗവാന് പ്രിയപ്പെട്ടവനായി തീർന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഇനി ഭഗവാൻ നോക്കിക്കൊള്ളും. പ്രീതനായൊരു സുഗ്രീവനും അന്നേരം ആദരപൂർവമുത്ഥായ സസംഭ്രമം. ഇത് കേട്ട് സന്തുഷ്ടനായ സുഗ്രീവൻ പെട്ടെന്ന് തന്നെ ആദരപൂർവം എഴുന്നേറ്റ് സസംഭ്രമം ഇനി അവരെ സത്കരിക്കണം. അതിനായിട്ട് വിഷ്ടപനാഥൻ, വിഷ്ടപം ലോകം, ലോകനാഥന് ഇരുന്നരുളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ലൊരു ഇരിപ്പിടം തയ്യാറാക്കാൻ വേണ്ടി നല്ല പല്ലവജാലങ്ങൾ, അവിടെയുള്ള വൃക്ഷത്തിൻ്റെ നല്ല തളിരിലകൾ പൊട്ടിച്ച് അവനിയിൽ ഇട്ടാൻ. അവിടെ അവർക്കിരിക്കാൻ പാകത്തിൽ തളിരിലകൾ അങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചു. അതുനേരം ഇത് കണ്ടപ്പോൾ ഇഷ്ടനാം മാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടത് കണ്ടു. ഹനുമാൻ ലക്ഷ്മണന് ഇരിക്കാനായിട്ട് ഇതേപോലെ ഒരു ഇരിപ്പിടം ഒരുക്കി. അത് കണ്ടിട്ട് സൗമിത്രി സുഗ്രീവനും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർ ആദരിക്കുകയാണ്. സുഗ്രീവന് ഇരിക്കാനായിട്ട് പുഷ്ടമോദാൽ ഒടിച്ചിട്ടരുളിയിടിനാൻ. പല്ലവം തളിര് ഒടിച്ചിട്ട് ഇട്ട് ഒരു ഇരിപ്പിടം തയ്യാറാക്കിയിട്ട് ലക്ഷ്മണൻ സുഗ്രീവനോട് ഇരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നീടിനാർ. അപ്പോൾ നമുക്ക് തക്ക ആൾക്കാരാണ് എന്ന് മനസ്സിലാകുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം. എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചു തുടങ്ങി. നഷ്ടമായി വന്നിതു സന്താപ സംഘവും. ഇപ്പുറത്ത് സുഗ്രീവനും ഒരുപാട് നാളായി വേദനിക്കുകയായിരുന്നു. രാമചന്ദ്രനും ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ചൊക്കെ കരഞ്ഞുകൊണ്ട് അങ്ങനെ വരികയായിരുന്നു. അപ്പൊ എല്ലാവരുടെയും സങ്കടം തൽക്കാലത്തേക്ക് തീർന്നു. മിത്രാത്മജനോട് സുഗ്രീവനോട് ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാം ആദിത്യനന്ദനൻ സൂര്യപുത്രനായ സുഗ്രീവൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിയിടിനാൻ. നാരീമണിയായ ജാനകീദേവിയെ ആരാഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞു തരുന്നുണ്ട് നിർണയം. വിനാശനത്തിന് അടിയനൊരു മിത്രമായി വേല ചെയ്യാം. ഞാനൊരു സുഹൃത്തായിട്ട് അങ്ങേക്കു വേണ്ടി ഞാൻ വേല ചെയ്യാം. തവ ആജ്ഞാവശാൽ, അങ്ങ് എങ്ങനെ പറയുന്നോ അതുപോലെ. ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുത്. ഇനി ഈ വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത്. ആധികളൊക്കെ അകറ്റുവൻ ഞാൻ. നിങ്ങളുടെ എല്ലാ ദുഃഖത്തെയും അകറ്റുന്നതാണ് നിർണയം. തീർച്ചയായും രാവണൻ തന്നെ സകുലം വംശമടക്കം വധം ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ഇനി കുറച്ചു നാൾ മുൻപ് തങ്ങൾ കണ്ട ഒരു കാഴ്ചയെ കുറിച്ച് പറയുകയാണ്. ഞാനൊരവസ്ഥ കണ്ടേൻ ഒരു നാൾ, അത് മാനവവീര തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായി അചലാന്തെ പർവ്വതമുകളിൽ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കരനേത്രയായൊരു തരുണിയെ, ഒരു സുന്ദരിയായ സ്ത്രീയെ
പുഷ്കരമാർഗേണ ആകാശമാർഗേണ കൊണ്ടുപോയാൻ ഒരു രക്ഷോവരൻ, ഒരു രാക്ഷസനാണെന്ന് എനിക്ക് തോന്നി. അതുനേരം ആ സുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞ് ദീനയായി രാമ രാമ ഇതി മുറയിടുന്നോൾ. തീർച്ചയായും തവ ഭാമിനി തന്നെ അവൾ എന്നതേ വരൂ. ഇപ്പോഴാണ് എനിക്ക് ആ ഒരു സംഭവവും അങ്ങ് ഈ പറയുന്നതുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്നെനിക്ക് തോന്നുന്നത്. തീർച്ചയായും അത് അങ്ങയുടെ ഭാര്യ തന്നെ ആയിരിക്കണം. ഉത്തമയാം അവൾ ഞങ്ങളെ പർവ്വതേന്ദ്ര ഉത്തമാങ്കേ കണ്ട നേരം. ഈ പർവ്വതശ്രേഷ്ഠനായിട്ടുള്ള ഈ പർവ്വതത്തിൻ്റെ മുകളിൽ കണ്ടപ്പോൾ പരവശാൽ അപ്പോൾ ഒരാശയം തോന്നിയിട്ട് ഉത്തരീയത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ അദ്രീശ്വര ഉപരി പർവ്വതത്തിൻ്റെ മുകളിൽ നിക്ഷേപണം ചെയ്താൾ. ഞാൻ അതു കണ്ട് ഇങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേൻ. അതു കാണേണമെങ്കിലോ കണ്ടാലും ജാനകീദേവി തന്നാഭരണങ്ങളോ മാനവവീര ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞ് അതെടുത്തുകൊണ്ടുവന്ന് മന്നവൻ തൻ തിരുമുമ്പിൽ വച്ചിടിനാൻ. അർണോജനേത്രൻ താമരക്കണ്ണനായ ഭഗവാൻ എടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. കണ്ണുനീരങ്ങനെ ഇറ്റിറ്റു വീഴാൻ തുടങ്ങി. എന്നിട്ട് ഈ ആഭരണങ്ങളോട് കുശലം ചോദിക്കുകയാണ്. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും? എന്നെ പിരിഞ്ഞതുപോലെ അല്ലയോ ആഭരണങ്ങളെ, നിങ്ങളും സീതയെ പിരിഞ്ഞുവോ? നിങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടയ്യോ അയ്യോ നിങ്ങളും സീതാദേവിയെ പിരിഞ്ഞുപോയല്ലോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിനദളായതലോചനേ. താമര ഇതളുപോലെ അത്രയും വിശാലമായ കണ്ണുകളുള്ളവളെ, രോദനം ചെയ്തു വിഭൂഷണ സഞ്ചയം ആധിപൂർവം തിരുമാറിലമുഴ്ത്തിയും ആ ആഭരണത്തെ അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഏതുപോലെ? പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഒന്നുമറിയാത്ത അജ്ഞാനികളെപ്പോലെ. ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയായി കേതുമേ, രാവണൻ തന്നെയും മർക്കടശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ച് അംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം. പ്രസീത പ്രഭോ ഹരേ. ഭഗവാനെ, ഇങ്ങനെ ദുഃഖിക്കാതെ. ഇതാ നമുക്കൊരു വഴി വന്നിരിക്കുന്നു, ഒരു വഴി തെളിഞ്ഞു വന്നിരിക്കുന്നു. ഇനി എന്തിനാണ് വിഷമിക്കുന്നത്? സുഗ്രീവനും പറഞ്ഞാൻ അതു കേട്ടുടൻ. വിഗ്രിയായി ഗേതുമേ, രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ. കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപദേ വിഭോ. അങ്ങ് ധൈര്യമായിട്ടിരിക്കൂ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ തൽക്ഷണം കേട്ട് ദശരഥപുത്രനും ദുഃഖവുമൊട്ടു ചുരുക്കി മരുവിനാൻ. മർക്കടശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ച് ശുഭമായ ലഗ്നവും പാർത്ത് ഇനി ഇവർ തമ്മിലുള്ള സഖ്യം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഭാരതീയ ആചാരപ്രകാരം ഏതൊരു നല്ല കാര്യത്തിനും അഗ്നി സാക്ഷിയാക്കി ചെയ്യണമെന്നാണ്. അതിനായിട്ട് അഗ്നിയെ ജ്വലിപ്പിച്ച് ശുഭമായ ലഗ്നവും നല്ല സമയവും നോക്കി ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവ രാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്ത് പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്ന് ഉറച്ച് ആത്മഖേദം കളഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ തൻ്റെ ദുഃഖത്തെയൊക്കെ തൽക്കാലം കളഞ്ഞ് ഉത്തുംഗമായ ശൈലാഗ്രേ മരുവിനാർ. പരസ്പരം അവരെങ്ങനെ സഹായിക്കാം എന്ന് വാഗ്ദാനം ചെയ്തു. എന്നിട്ട് സുഗ്രീവൻ ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലം അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് ഉണർത്തിച്ചരുളിയിടിനാൻ. അവർ തമ്മിൽ ഇങ്ങനെ ഒരു വിദ്വേഷം വരാനുണ്ടായ കാരണത്തെ പറയാൻ പോവുകയാണ്. ഓം ശ്രീരാമചന്ദ്ര